അത്ര മനോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ച ഇവിടെ നടക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ നമ്മുടെ മുന്നിൽ വന്നൊരു പ്രവർത്തനമാണല്ലോ ഞാൻ എന്ത് ചെയ്തു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച് പല പുണ്യങ്ങളും നേടിയ പലരെയും എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റണം. ബഹുമാനനായ മുജാഹിദ് ബാലുശ്ശേരിന്റെ സംസാരത്തിൽ അദ്ദേഹം ഫ്ലക്സുകൾ തെരുവോരങ്ങളിൽ ഉയർത്തിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് വളരെ സ്നേഹപൂർവവും വളരെ കർക്കശപൂർവവും വളരെ എന്താ പറയാ ഒരല്പം തമാശയൊക്കെ കലർത്തി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നു. പല ചെറുപ്പക്കാരും മെസ്സിയുടെ ഫ്ലക്സ് കെട്ടാൻ വേണ്ടി കുഴി കുഴിച്ചു. രാത്രി ആ ബോർഡുകൾ എടുത്തുപൊക്കി അവിടെ കെട്ടി. എല്ലാം കഴിഞ്ഞപ്പോ രാവിലെ വന്ന ടൈമൊക്കെ ഇങ്ങനെ നോക്കി ഭയങ്കരമായ ഒരു സംതൃപ്തിയിൽ അല്ലെ അവനെന്റെ ഫോട്ടോ കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെഴുതിയ കമന്റിനൊക്കെ പറ്റിയിട്ട് വരുന്ന ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് ചെയ്തു. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട, ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന മഹാവ്യക്തിത്വത്തെ മനുഷ്യരാശിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നിടത്ത് ഞാൻ എന്ത് ചെയ്തു? മാനവ ചരിത്രത്തെ അതിശക്തമായി നിയന്ത്രിക്കുകയും കാലാധിവർത്തിയായ വേദഗ്രന്ഥമായി സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രചാരണത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എന്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ കാര്യത്തിൽ, എന്റെ വീട്ടിലെ കക്കൂസ് കഴുകുന്ന പെണ്ണിന്റെ കാര്യത്തിൽ, എന്റെ ഭാര്യയുടെ പ്രസവമെടുത്ത സഹോദരിയുടെ കാര്യത്തിൽ എന്ന് വേണ്ട, ഞാൻ എന്നും അങ്ങാടിയിൽ കാണുന്ന എന്റെ സുഹൃത്തിന്റെ കാര്യത്തിൽ, പൊളിറ്റിക്കൽ പാർട്ടികളിൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ സഹപ്രവർത്തകരുടെ കാര്യത്തിൽ, എന്റെ അയൽവാസികളുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തുവെന്ന ആത്മാർത്ഥമായ ചോദ്യം യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ ഉയർത്തിക്കൊണ്ടാകണം ഈ സംഗമം അവസാനിക്കേണ്ടത്. നമ്മുടെ കർമ്മശേഷിയെ എന്തിനുപയോഗിക്കുന്നു എന്നത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ ഒരു ഓഫർ ഉണ്ട്. 2 ഹദീസ്. ആ 2 ഹദീസ് മാത്രം വായിച്ചാൽ ഞാൻ അവസാനിപ്പിക്കും. അതിൽ ഒന്നാമത്തത് എന്താണെന്നറിയോ? ഒന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു, ഒരാളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അല്ലാഹു അങ്ങേയറ്റത്തെ ഐശ്വര്യത്തെ അവന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല അവന് ധീരമായി, ശക്തമായി, സുന്ദരമായി, കരുത്തോടു കൂടെ ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റും. ഒരു മഹാ കൊടുങ്കാറ്റിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുന്ന പർവ്വതത്തെ പോലെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അവന് നിലനിൽക്കാൻ സാധിക്കും. ഒരു വസന്തകാലത്ത് വിടർന്നു നിൽക്കുന്ന പുഷ്പത്തെ പോലെ ശാന്തനായി സന്തോഷങ്ങളിൽ അവന് മുന്നോട്ട് പോകാൻ സാധിക്കും. മാത്രല്ല അവന്റെ പ്ലാനിങ് പടച്ചോൻ ഏറ്റെടുക്കും. വജമഅലഹു ശംലഹു വഅതതുഹു ദുനിയ വഹിയ റാഗിമ, അള്ളാഹു വിശാലമായ അർത്ഥത്തിൽ അവന് ഐശ്വര്യപൂർവ്വമായ ജീവിതം കൊടുക്കും. നമുക്കൊക്കെ എപ്പോഴാ സംഗതികൾ നഷ്ടപ്പെടല്, അല്ലെങ്കിൽ ശാഖ എപ്പോഴാ സജീവാകാതിരിക്കല്, മേഖല എപ്പോഴാ സജീവാകാതിരിക്കല്, നമ്മളെ യോഗ എപ്പോഴാ നടക്കാതിരിക്കല്? എനിക്ക് പ്രശ്നമാണ്, ഓനൊക്കെ പ്രശ്നമാണ്. ഞാൻ പറയുന്നു, എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അവർ സജീവമായി ഇത്തരം സംവിധാനങ്ങളിൽ ഇടപെടേണ്ടത്. എനിക്ക് പ്രശ്നമാണ്, വാപ്പ ഹോസ്പിറ്റലിലാണ്, അനിയൻ ഹോസ്പിറ്റലിൽ വാപ്പയുടെ കൂടെ ഉണ്ട് എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തി പെങ്ങളെയും കൂടി അവിടെ വിടിച്ചേൽപ്പിച്ചതിന്റെ ശേഷം നേഴ്സിംഗ് കൗണ്ടറിൽ പോയി പറഞ്ഞ് ഞാൻ മീറ്റിംഗിലേക്ക് പുറപ്പെടുന്നവനാണോ? അള്ളാഹുവിന്റെ പ്ലാനിങ് ഏറ്റെടുത്തോളൂ. കാലിയായ പോക്കറ്റും കൊണ്ട് പ്രബോധന രംഗത്ത് ഇടപെടലാണോ എന്റെ പ്രശ്നം? എങ്കിൽ അപ്പോഴാണ് ഞാൻ ഇടപെടേണ്ടത്. അപ്പോഴാണ് ഞാൻ എനിക്ക് നിർവഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴാ റബ്ബ് ഏറ്റെടുക്കുക. എന്നാലോ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഷോപ്പ്, അയാളുടെ ബിസിനസ്, അയാളുടെ കച്ചവടം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ മാത്രം അയാളുടെ ചിന്ത ബന്ധിതമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ വാക്യം എന്താ അറിയോ? മൻ കാനത്തി ദുനിയ ഹമ്മ, ഒരാളുടെ ലക്ഷ്യം ദുനിയാവ് മാത്രമാണെങ്കിൽ അല്ലാഹു എന്ത് ചെയ്യുന്ന അവന്റെ പ്ലാനിങ് പൊളിച്ചടുക്കും. എന്നിട്ടോ അവൻ എന്തൊക്കെ ചെയ്തു? അവൻ ലോട്ടറി വാങ്ങി, അവൻ കൈക്കൂലി വാങ്ങി, വിധവാ പെൻഷന്റെ കടലാസും കൊണ്ട് തന്റെ മുന്നിൽ ഒപ്പിടാൻ വന്ന ആ ഉമ്മയെ പലതവണ മടക്കി അയച്ച ഓഫീസിൽ 10 രൂപയുടെ PSC അപേക്ഷ കൊടുത്ത് അതിലൂടെ കയറി ചെന്ന അവൻ പച്ചമശിപ്പേന കൊണ്ടൊന്ന് വരക്കാൻ 500 നോട്ട് കാത്തുനിന്നു. ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുമ്പോ വലം യൂതിഹി മിന ദുനിയ ഇല്ലാ മാ ഖദ്ദറ ലഹു, പടച്ചോ നിശ്ചയിച്ചതല്ലാതെ അവന് കിട്ടൂല, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കഴിയുന്ന രീതിയിൽ ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യേണ്ടത്, ഇതിലൊക്കെ ഇടപെടേണ്ടത്, ഇതിലൊക്കെ സജീവമാകേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മറ്റൊരു ഹദീസുണ്ട്, യബ്ന ആദം തഫറഖ ലിഇബാദതി, ആദം സന്തതി എനിക്ക് വേണ്ടി, എന്റെ ഇബാദത്തിന് വേണ്ടി, എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുക. സൗകര്യം കിട്ടുമ്പോ പോയി ചെയ്യാന്നല്ല പടച്ചോൻ പറഞ്ഞു. കടയിൽ ആരുമില്ല, അതുകൊണ്ട് ഇപ്പൊ ഒഴിവാണ്, അതുകൊണ്ട് ജമാഅത്ത് നിസ്കരിക്കാന്നല്ല പറഞ്ഞു. അല്ലെങ്കിൽ ശാരീരികമായിട്ട് വേറൊരു പ്രശ്നമല്ല, അതുകൊണ്ട് ചെയ്യാന്നല്ല പറഞ്ഞു.
കയ്യിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, അപ്പൊ ചെയ്യാന്നല്ല പറഞ്ഞ്. നീ അതിനു വേണ്ടി കാര്യങ്ങൾ ഇടപെട്ട് മാറി നിന്ന് ചെയ്യാ. അപ്പോഴോ അംലഉ ഖൽബക ഗിന, നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം തരും. വഅംലഉ യദക റിസ്ഖ, നിന്റെ കയ്യിൽ ഞാൻ ഭക്ഷണം വെച്ച് തരും, നിനക്ക് തിന്നാനുള്ളത് ഞാൻ കൊണ്ടുവന്നു തരും. അല്ലേ? ഇനിയോ? ഇനി അല്ലെങ്കിലോ? ഇനി അതിന് നിനക്ക് സന്നദ്ധതയില്ലെങ്കിലോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു, അംലഉ യദക ശുഗ്ല. അതിന്റെ കൃത്യം മലപ്പുറം ഭാഷ എന്താ അറിയോ? അനക്ക് ഞാൻ പണി തരും, അനക്ക് ഞാൻ പണി തരുന്ന അതിന്റെ അർത്ഥം. അംലഉ യദക ശുഗ്ലൻ, നിന്റെ കൈ നീ പലതും അങ്ങനെ ചെയ്തോണ്ടിരിക്കും, പക്ഷേ ഒന്നും നിനക്ക് പൂർത്തീകരിക്കാൻ പറ്റൂല. ഇത് വഹീന്റെ വാചകങ്ങളാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഈ രംഗത്ത് ഇടപെടുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം നഷ്ടപ്പെടുന്നിടത്ത് നമുക്ക് ഓരോരുത്തർക്കും ഒഴിഞ്ഞു മാറാനും പറയാനൊക്കെ പലതും ഉണ്ടാകും. അതിനിങ്ങനെ പറയാൻ എപ്പോഴും എന്താ വെച്ചാൽ നമ്മള് ഭയങ്കര സാങ്കേതികത്വങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് മഹറമ്, ഇപ്പുറത്ത് ഇഖ്തിലാത്ത്, ഇങ്ങനെ കുറെ വേർഡിങ്സ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് പറഞ്ഞ് ഒഴിവായി നമ്മൾ പോകണത് എവിടുന്നാണെന്ന് കറക്റ്റ് നമ്മൾ പഠിക്കണം. ഈ കൂട്ടായ്മയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന എന്റെ സുഹൃത്ത് പതിഞ്ഞ ആ ഗ്യാസ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അയാളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുമ്പോൾ അയാൾ മനസ്സിൽ കൊത്തിവെച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ചില ഉത്തരമുണ്ട്. എന്താണ് എനിക്കിതിൽ പ്രവർത്തിച്ചാൽ കിട്ടുന്ന നേട്ടം? ഒരുപാട് നേട്ടം എനിക്ക് കിട്ടാണ്ട്. ഒന്ന്, എനിക്ക് എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിന്റെ മുന്നിൽ റബ്ബിനോട് കൈനീട്ടി ചോദിക്കാൻ, ഈ കയ്യിൽ വെക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം, എന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണം. അല്ലെ? ഭാര്യന്റെ പ്രസവത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടികള് പെട്ടെന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഡോക്ടർ പറഞ്ഞു, വളരെ സീരിയസ് ആണ്, നിങ്ങൾ മിംസിലേക്ക് കൊണ്ടുപോയിക്കോളി, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു കാത്ത് രക്ഷക്കുമാറാകട്ടെ. ആ ആംബുലൻസിന്റെ സൈഡ് സീറ്റിലിരുന്ന് സുഹൃത്തുക്കളെ സൈറൺ മുഴക്കി ഓടുന്ന ആംബുലൻസിന്റെ സൈഡ് സീറ്റിലിരുന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്റെ ജീവന്റെ ഭാതിയെ നോക്കി, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്റെ ജീവന്റെ പാതിയെ നോക്കി, എനിക്കെന്റെ ഗർഭത്തിലെ മോനെ വേണ്ട, എനിക്കെന്റെ കുഞ്ഞിനെയെങ്കിലും തിരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നേരത്ത്, അങ്ങനെ ഒരു നേരം വന്നാൽ എന്താണ് ആംബുലൻസിന്റെ സൈഡ് സീറ്റിലിരുന്ന് എനിക്കും നിങ്ങൾക്കും ഈ കയ്യിൽ വെച്ച് റബ്ബിനോട് ചോദിക്കാനുള്ളത്? എന്തുണ്ട്? പ്രബോധന രംഗത്ത്, സംഘടനാ രംഗത്ത്, ഈ ബിൽഡിങ്ങിന്റെ തറയുടെ സ്ഥാനത്ത് ഞാൻ സംഘടനയുണ്ടെന്നു എല്ലാവരും ഇതിന്റെ AC-യെ കുറിച്ചും സെറ്റപ്പിനെ കുറിച്ചും പറയുന്നു. എന്നാലോ ഇതിന്റെ താഴെ കടക്കുന്ന കരിങ്കൽ കഷ്ണങ്ങളെ കുറിച്ച് ഒരാളും പറഞ്ഞിട്ടില്ല. ആ കരിങ്കൽ കഷ്ണത്തിന്റെ സ്ഥാനമാണ് ഒരു സംഘാടകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ളത്. പ്രഭാഷകൻ അയാൾ ഇറങ്ങുമ്പോൾ സലാം പറയാൻ ആളുണ്ട്, ആ പ്രഭാഷകനെ വാഹനത്തിൽ കയറ്റാൻ ആളുണ്ട്, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ ആളുണ്ട്. പ്രയാസം സഹിക്കണവരല്ല അവര് എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെല്ലാവരും ഇടയ്ക്കൊക്കെ പോകാറുണ്ടല്ലോ, നമ്മളതൊക്കെ നമ്മുടേതായ റോളുകൾ നിർവഹിക്കാറുണ്ടല്ലോ. പക്ഷേ പ്രശംസാവാക്കുകൾ പറയാൻ ആരുമില്ലാത്ത സംഘാടനത്തിന്റെ രംഗത്ത് ശാഖ മുതൽ മുകളിലെ തട്ടുവരെ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും പറയാണ്ടാകും, പടച്ചോനെ, മഴ പെയ്യുന്ന ജൂൺ ജൂലൈ മാസത്തിലെ രാത്രിയിൽ, ഇടിമുഴങ്ങുന്ന രാത്രിയിൽ സെൽഫോൺ ഓഫായി ഞാൻ എന്റെ വീട്ടിലേക്ക് ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോൾ എന്നെ ഏൽപ്പിച്ച മീറ്റിംഗും പൂർത്തീകരിച്ച്, എന്നെ ഏൽപ്പിച്ച പ്രവർത്തനവും പൂർത്തീകരിച്ച് ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ മനസ്സിൽ നിന്റെ വജ്ഹല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് ബുക്കിൽ കൗൺസിലിൽ അവതരിപ്പിക്കുന്ന, എക്സിക്യൂട്ടീവിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് ബുക്കിൽ പടച്ചോനെ അതൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ചെയ്ത നല്ല കാര്യത്തിന്റെ പുണ്യം കൊണ്ട് എനിക്ക് നീ തൗഫീഖിനെ തരണേ, എന്റെ പെണ്ണിനെ എനിക്ക് നീ തിരിച്ചു തരണേ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇത്തിരി പോകുന്ന ഹോൾസിലൂടെ നോക്കുമ്പോൾ വയറ് പൊളിച്ച് രണ്ട് ട്യൂബുകൾ വയറിലേക്ക് ഫിറ്റ് ചെയ്ത് കിടക്കുന്ന പിതാവിനെ കാണുമ്പോൾ ചങ്കിടറി നമുക്ക് പറയാൻ പറ്റും. എന്തെന്നറിയോ? ഞാൻ ആ ചെയ്ത് നല്ല കാര്യം കൊണ്ട് 100 CD കോപ്പി എടുത്തിട്ട് ഞാൻ കൊണ്ടേ കൊടുത്ത ആ നല്ല കാര്യം കൊണ്ട്, ആ തീരുമാനമെടുത്ത ആ യോഗത്തിൽ നിന്ന് നല്ല കാര്യം കൊണ്ട് എനിക്ക് ചെയ്തു തരാൻ എനിക്ക് പറ്റണേ എന്ന് പറയാൻ സാധിക്കണം സുഹൃത്തുക്കളെ. മുജാഹിദ് അവിടെ വളരെ വൈകാരികമായി പറഞ്ഞ ഏരിയകളിൽ ഇടപെടുന്ന ചെറുപ്പക്കാരെ, അല്ലെങ്കിൽ അത്രല്ലെങ്കിലും അതിന്റെ ഒരു സെന്റിന്റെ ഒരു വക്കത്തെ നമ്മളെ കണ്ടല്ലോ, നമ്മൾ പലരും ഉണ്ടല്ലോ അല്ലെ, മെസ്സിയെ കണ്ടുക്കോ എന്ന് ചോദിച്ച് ആർത്തി വിളിക്കുന്ന ചെറുപ്പക്കാരന്റെ പിന്നിൽ അവന് സപ്പോർട്ട് ചെയ്ത് ചിരിച്ചിരിക്കുന്നവനെങ്കിലുമായി നമ്മൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇടപെടുന്ന ഏരിയയിൽ നമുക്ക് എന്തു പറയാനുണ്ടാകും? 2, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരും ഉണ്ടാവില്ലേ? ഈ സദസ്സ് പിരിഞ്ഞു പോകുമ്പോ എത്ര പേര് പ്രാർത്ഥിക്കും ഇതിന്റെ സംഘാടകർക്ക് വേണ്ടി? ആ തിരിച്ചറിവിന്റെ വെളിച്ചം എനിക്ക് നൽകിയത് യുവപഥമായിരുന്നു. അടുത്ത യുവപഥം പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയാൻ
പലരും മനസ്സ് കാണിക്കുന്നവരുണ്ടാകും. പല പുതുമുഖങ്ങളെയും ഇവിടെ കാണുന്നുവെന്ന് സംഘാടകർ പറയുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ നമുക്ക് ദുആ കിട്ടും അല്ലേ? 3 പള്ളിന്റെ മുന്നിൽ ഇസ്ലാമിക ക്രമം അനുസരിച്ച് അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിന്റെ രീതി അനുസരിച്ച് മിമ്പറിന്റെ താഴെ നമ്മളെ ജനാസ കൊണ്ടുവന്ന് വെക്കും. തലകുനിച്ചു നിൽക്കുന്നവന്റെ ഔദാര്യം കാത്തു നിൽക്കുന്ന നിമിഷം എന്റെ ബോഡി, ചലനമറ്റ എന്റെ ബോഡി തലകുനിച്ചു നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ ഔദാര്യം കാത്തു നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരാൾ ക്ഷമ ചോദിക്കും, എനിക്ക് വേണ്ടി ഒരാൾ മാപ്പിരക്കും. അന്ന് ആ സൊഫിൽ നിൽക്കാൻ എനിക്ക് കുറെ സഹപ്രവർത്തകരെ കിട്ടും. അവർ ആക്റ്റീവ് വർക്കർ, ഇന്നാള് പാസ്ഡ് അവേ, ജനാസ 4 PM ഇന്ന സ്ഥലത്ത് എന്ന് മെസ്സേജ് വരുമ്പോൾ ബാക്കിയൊക്കെ മാറ്റിവെച്ചിട്ട് നെഞ്ചത്ത് കൈവച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 40 പേര് തൗഹീദുള്ളവർ, തൗഹീദുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ജനാസ നമസ്കരിച്ചാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതൊക്കെ വേണമെങ്കിൽ നല്ല കാലത്ത് നല്ല നിലക്ക് ഇടപെടണം, നല്ല കാലത്ത് നല്ല നിലക്ക് ഇടപെടണം. വാർദ്ധക്യത്തിന്റെ വേദനകൾ സഹിച്ചു വാട്ടർ ബെഡിൽ മലർന്നു കിടക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന മിനി സ്ക്രീനിൽ കാണുന്നത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന്, ഗാലറികളിൽ നിന്ന് ആർത്തു വിളിക്കുന്നതും ക്ലബുകളിലും വായനശാലകളിലും ജീവിതം തുലച്ചതും മാത്രമാകരുത് പ്രിയപ്പെട്ടവരെ. ക്രിയേറ്റീവായ യുവത്വത്തെ, കർമ്മനിരതമായ യുവത്വത്തെ, തെറ്റിദ്ധാരണകളിൽ കഴിയുന്നവരെ തിരിച്ചു വിളിക്കാനുള്ള കർമ്മ പദ്ധതികളുടെ ആവിഷ്കർത്താവായി ഞാൻ ഉണ്ടായിരുന്നുവെന്ന് ക്യാൻസറിന്റെ രോഗാണു ശരീരത്തെ പടർന്നു പിടിക്കുമ്പോൾ, കിഡ്നി നഷ്ടപ്പെട്ട് വയറ് വീർത്ത് മൂത്രം പുറത്തു പോകാതെ ആർത്ത് വിളിക്കുന്ന നേരത്ത് എന്റെ മുന്നിൽ തെളിയുന്ന മിനി സ്ക്രീനിൽ, അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മിനി സ്ക്രീനിൽ എനിക്ക് കാണാൻ കഴിയണം. എന്ത്? ജീവിതത്തിന്റെ നല്ല കാലം സുജൂദിൽ കിടന്നും ഖുർആനോദിയും പ്രാർത്ഥിച്ചും കർമ്മങ്ങൾക്ക് ഫലം കിട്ടാവുന്ന ഏരിയയിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അവസാനിപ്പിക്കുന്നു. ദുനിയാവിന്റെ മോടികൾക്കപ്പുറത്ത് എന്റെ കൊച്ചു വീട് ഖബറെന്ന ഒരു ചെറിയ ചാലിൽ ഞാൻ അന്തിയുറങ്ങേണ്ടുന്ന, അതിന്റെ മുകളിൽ കല്ലുവരുന്ന, മണ്ണ് വരുന്നൊരു ദിവസമുണ്ട്. കുടുംബത്തെക്കാൾ, ഭാര്യയെക്കാൾ, മക്കളെക്കാൾ, മറ്റെന്തിനേക്കാളും അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാകണം നമ്മുടെ യാത്ര എന്നത് ഈ സന്ദർഭത്തിൽ എന്റെ സഹപ്രവർത്തകരെ ഓർമ്മിപ്പിക്കുകയാണ്. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പദ്ധതികൾ നമ്മുടെ മുന്നിലേക്ക് ഓരോന്നോരോന്നായി കടന്നു വരുന്നു. ആ പദ്ധതികളിൽ സമഗ്രമായ ശാഖ വരെ എത്തുന്ന നമ്മുടെ പദ്ധതികളാണ് സ്ട്രീറ്റ് ദേവയും റൂട്ട്സ് പോലെയുള്ള വകുപ്പുകളും ഒക്കെ. നമ്മൾ വളരെ കൃത്യമായി ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്ത് അവരടുത്തേക്ക് അങ്ങോട്ട് ചെല്ലാണ്. ജയിൽ പുള്ളിയെ പോയി ദഅവത്ത് നടത്തണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു അല്ലെ? ഞങ്ങൾ ജയിൽ പുള്ളിയെ ദഅവത്ത് നടത്തി വരികയാണ് എന്ന് പബ്ലിസിറ്റി കൊടുക്കാനല്ല, ഇവിടുത്തെ നാനാ ജാതിയിൽപ്പെട്ട മനുഷ്യരുടെ അരികിൽ പോയി ദൗത്യം നിർവഹിക്കാനുള്ള, സന്ദേശങ്ങൾ നിർവഹിക്കാനുള്ള ദിവസങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. 2 മൈക്ക് സെറ്റും ഒരു ഡെക്കറേഷന്റെ ആള് കസേര കൊണ്ടുവരാനും കുറച്ചാള് നോട്ടീസ് ഒട്ടിക്കാനും ഉണ്ടെങ്കിൽ ശാഖയിലെ പ്രവർത്തനങ്ങൾ 2 പേർക്ക് ഇത്രയും കാലം നടത്തായിരുന്നു. ആ 2 പേര് നടത്തിയ, 3 പേര് നടത്തിയ ആ ക്രെഡിറ്റിന്മേലാണ് ഞാനും നിങ്ങളും നിലനിൽക്കുന്നത് എന്ന് ഒന്നും കൂടി ശരിക്കാലോചിക്കണം. ഏപ്രിൽ മാസത്തിൽ ഒരു പരിപാടി നടത്താൻ അന്നുപോലും സ്ഥലത്തെത്തി സമയത്ത് ഇടപെടാൻ മനസ്സ് കാണിക്കാത്ത നമുക്ക് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ലോകത്തെമ്പാടും നടക്കുമ്പോൾ നമ്മുടെ ശാഖയിൽ നടക്കുകയില്ല, നമ്മുടെ സമീപനം മാറിയിട്ടില്ലെങ്കിൽ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ മാറ്റിവെച്ച് ഇത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നവരായി നമ്മൾ മാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وإن منكم إلا واردها كان على ربك حتما مقضيا
ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങളെ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും റേഡിയോ സംവിധാനങ്ങളിലൂടെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ തിരൂരിലെ ഈ ജനസാഗരത്തോട് ഒത്തുനിൽക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇത്തരമൊരു സംഗമം, ഇത്രയും ആളുകൾ തിങ്ങി നിറഞ്ഞ് ഇരിക്കാൻ പ്രയാസപ്പെടുന്ന തരത്തിൽ ഈ ജില്ലയിൽ ഒരു സംഗമം നടക്കണമെങ്കിൽ ഞാനിതിന്റെ സംഘാടകരിൽപ്പെട്ട ഒരാളോട് ചോദിച്ചു, എത്ര യോഗം നടന്നിട്ടുണ്ടാകും? എനിക്ക് കിട്ടിയ മറുപടി കൃത്യമായി പെട്ടെന്ന് പറയാൻ കഴിയില്ല എന്നാണ്. അത്രയധികം കൂടിച്ചേരലുകൾ, ആലോചനകൾ, യോഗങ്ങൾ ഈ സംഗമത്തിലേക്ക് നമ്മളൊക്കെ സംസാരിക്കാനെത്തുന്ന ഞങ്ങളടക്കം എത്തിച്ചേരുന്നതിന് വേണ്ടി ഇവിടെ നടന്നു പോയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അതിലൊന്നും ഞാനില്ല എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങളെ യോഗത്തിനൊന്നും ഞാനില്ല. വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കാം. ഈ പരിപാടി കേൾക്കാൻ പറഞ്ഞാൽ പരിപാടി ഉണ്ടാവണ്ടേ? അതെങ്ങനെ ഉണ്ടാവുന്നത്? അതുകൊണ്ട് വളരെ സുപ്രധാനമായി കഴിഞ്ഞ സംസാരത്തിന്റെ ഒരു സന്ദേശം എന്നുള്ള നിലക്ക് ഇതേപോലെയുള്ള വലിയ വലിയ ദഅവാ സംരംഭങ്ങൾക്ക് പിന്നിൽ ശൂറകൾ നടക്കുന്നുണ്ട്. അതിനതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ഈ സംഗമം അല്പ മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ആലോചന മുതൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും പങ്കെടുക്കുന്നവർക്കുമെല്ലാം ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായമായ സൂറത്ത് മറിയമിലെ 71-72 ആയത്തുകളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മളൊക്കെ കാണാതെ പഠിക്കാൻ ശ്രമിക്കേണ്ടുന്ന 2 ആയത്തുകൾ. നാളെ പരലോകത്ത് സംഭവിക്കുന്ന ഒരു രംഗം. വഇം മിൻകും ഇല്ലാ വാരിദുഹാ, വഇം മിൻകും നിങ്ങളിൽ നിന്നും ആരും തന്നെ ഇല്ല, ഇല്ലാ വാരിദുഹ അതിന്റെ അടുത്ത് അഥവാ നരകത്തിന്റെ അടുത്ത് വരാത്തവരായി. ആദം നബി അലൈഹിസ്സലാം അടക്കം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ അമ്പിയാക്കന്മാരും നരകത്തിന്റെ അടുത്ത് വരും. സ്വാലിഹീങ്ങളും ശുഹദാക്കളും എല്ലാവരും നരകത്തിന്റെ അടുത്ത്, മുഴുവൻ ആളുകളും നരകത്തിന്റെ അടുത്ത് വരും. അങ്ങനെ പറയുമ്പോ അമ്പിയാക്കന്മാർ നരകത്തിന്റെ അടുത്ത് വരികയോ എന്നൊരു സംശയമോ? കാന അലാ റബ്ബിക ഹത്മം മഖ്ളിയാ, അത് നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ചുറച്ച കാര്യമാണ്. ഒരപ്പീലുമില്ല. എല്ലാവരും നരകത്തിന്റെ അടുത്ത് വരണം. ഒരു വിട്ടുവീഴ്ചയും ആ വിഷയത്തിലില്ല. ഉറച്ച കാര്യം, തീരുമാനിച്ചുറച്ച കാര്യമാണ്. അടുത്ത ആയത്ത് നമ്മുടെ എല്ലാ സംശയങ്ങളും തീർക്കുന്നു. ثُمَّ نُنَجِّي الَّذِينَ اتَّقَوْا وَنَذَرُ الظَّالِمِينَ فِيهَا جِثِيًّا. ثُمَّ പിന്നീട് നുനജ്ജി നാം രക്ഷപ്പെടുത്തും അല്ലദീന തഖൗ തഖ്വ പാലിച്ച ഒരു വിഭാഗത്തെ, നരകത്തെ സൂക്ഷിച്ച് ജീവിച്ച ഒരു വിഭാഗത്തെ നാം അവിടെ വെച്ച് രക്ഷപ്പെടുത്തും. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യ, ക്രമം തെറ്റി ജീവിച്ച അഥവാ അക്രമികളായ ആളുകളെ മുട്ടുകുത്തിയ നിലയിൽ നാം അവിടെ ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ളവർ നരകത്തിന്റെ അടുത്ത് വരും. പക്ഷെ നരകത്തിൽ പ്രവേശിക്കില്ല. നരകത്തിൽ പ്രവേശിക്കാതെ ഒരുപക്ഷെ ആ നരകത്തെ എവിടുന്നാണ് രക്ഷപ്പെട്ടത് എന്ന്, നരകരക്ഷയുടെ മഹത്വം, അതിന്റെ വലിപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ ബോധ്യപ്പെടുത്തുകയാകാം. ആ നരകത്തിന്റെ അടുത്ത് നിന്ന് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും ഒക്കെ നരകം സ്പർശിക്കാതെ രക്ഷപ്പെടുമ്പോൾ ഞാനും നിങ്ങളും ആ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ ഉണ്ടാകുമോ? നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു ചോദ്യമാണത്. സൂറത്ത് മറിയമിലെ 71-72 ആയത്തുകൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വാലിഹീങ്ങളായ ആളുകളോടൊപ്പം നരകം സ്പർശിക്കാതെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയുമോ? അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ വെച്ച് രക്ഷപ്പെടാൻ നമ്മൾ എന്തു ചെയ്യും? ആ നരകത്തിന്റെ മുമ്പിൽ അവിടെ നാം എത്തിപ്പെടുമ്പോൾ രക്ഷപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
അത് ആലോചിക്കേണ്ട ലോകമാണിത്. അത് ആലോചിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള സമയമാണിത്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ നന്ദിയുള്ളവരായി അല്ലെങ്കിൽ നന്ദി കെട്ടവനായി ജീവിക്കുവാൻ നാം മനുഷ്യന് മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. നമുക്ക് തെരഞ്ഞെടുക്കാം. പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്കാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ ഒരാളും പറയില്ല പടച്ചവൻ എന്നോട് അനീതി കാണിച്ചല്ലോ. ഒരാളും പറയില്ല. ഓരോരുത്തരും നരകമോ സ്വർഗമോമാണ് ലഭിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവരവർക്ക് തന്നെയായിരിക്കും. ഒരു പ്രതിഷേധവും ആർക്കും അവിടെ രേഖപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹു നമ്മെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ നോമ്പിന്റെ ലക്ഷ്യം ആ നരകരക്ഷയാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിന്റെ മുകളിലേക്ക് കയറുമ്പോൾ 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞു. സ്വഹാബത്ത് ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് അവിടുന്ന് ആമീൻ എന്ന് പറഞ്ഞത്? റസൂലുള്ള മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവർ ചോദിച്ചു, എന്തിനാണ് അങ്ങ് ആമീൻ പറഞ്ഞത്? അവിടുന്ന് വിശദീകരിച്ചു കൊടുത്തു, ഞാൻ മിമ്പറിന്റെ മുകളിലേക്ക് കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തനത് രൂപത്തിലുണ്ടായിരുന്നു. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ആ മലക്ക് 3 കാര്യങ്ങൾ ദുആ ചെയ്തു. ആ സന്ദർഭത്തിൽ ഞാൻ ആമീൻ പറഞ്ഞതായിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം പറയാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ 3 പ്രാർത്ഥനകളിൽ ഒന്ന് ബഅദമൻ അദറക റമളാൻ ഫലം യുഗ്ഫർ ലഹു. ബഅദ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ, മൻ ഒരു വ്യക്തിയിൽ നിന്നും, അദറക റമളാൻ, റമളാൻ ആ വ്യക്തിയുടെ അടുത്ത് വന്നു. റമളാനിൽ അവനോ അവളോ ജീവിച്ചു, പക്ഷേ ഫലം യുഗ്ഫർ ലഹു, ആ വ്യക്തിക്ക് പൊറുക്കപ്പെട്ടില്ല. നാം ചേറെ ചിന്തിക്കേണ്ട കാര്യമാണിത്. റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സാമ്പത്തിക രംഗത്തുള്ള വല്ല തിന്മയിലുമായിരുന്നോ നമ്മൾ? റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ലൈംഗിക രംഗത്തുള്ള വല്ല തിന്മയും നമ്മളോടൊപ്പമുണ്ടോ? റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ആരെയെങ്കിലും ഉപദ്രവിച്ച് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ? റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മാതാവ് നമ്മളെക്കുറിച്ച് തൃപ്തനാണോ അല്ലേ? നമ്മുടെ പിതാവ് നമ്മളെക്കുറിച്ച് തൃപ്തനാണോ അല്ലേ? നമ്മുടെ അയൽവാസികൾ നമ്മളെക്കുറിച്ച് വിഷമത്തിലാണോ അല്ലേ? കുറെ ചോദ്യങ്ങളുണ്ട്. ആ റമളാനിലേക്ക് പ്രവേശിച്ച് റമളാൻ കഴിഞ്ഞ് ശവ്വാലിലെത്തിയപ്പോഴും വ്യഭിചാരം അവിടെ തന്നെയുണ്ട്, സ്വവർഗരതി അവിടെ തന്നെയുണ്ട്, പലിശ വാങ്ങുന്നതിൽ കൊടുക്കുന്നതിൽ യാതൊരു മാറ്റവുമില്ല, കൈക്കൂലി അവിടെ തന്നെയുണ്ട്. ഇപ്പോഴും കുടുംബത്തിൽ പ്രശ്നമാണ്, നാം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ റമളാനിൽ ഒരു വ്യക്തി പ്രവേശിച്ചിട്ടും റമളാൻ ഒരു വ്യക്തി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടും ആ വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തു നിന്നും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. പാപങ്ങൾ ചെയ്യാത്തവരാണല്ലോ മലക്കുകൾ. അതിന് ആമീൻ പറഞ്ഞതോ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ പ്രാർത്ഥനക്കുത്തരം ലഭിക്കുന്ന മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആമീൻ. ആ പ്രാർത്ഥന സ്വീകരിക്കാൻ ആ ആമീൻ എനിക്കും നിങ്ങൾക്കും എതിരാകുമോ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും എതിരാകുമോ? റസൂലുള്ളാഹിയുടെ ആമീൻ എനിക്കും നിങ്ങൾക്കും എതിരാകുമോ? ഈ ചോദ്യം നമ്മെ അലട്ടേണ്ടതുണ്ട്. കഴിഞ്ഞു പോകുന്ന റമളാനിനെ പോലെ റമളാൻ അല്ല, ഒരു ചടങ്ങായി പോകാൻ പറ്റില്ല. നമ്മുടെ റമളാൻ നമുക്ക് ഉപകാരപ്പെടണം. സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന റമളാനായി നമ്മുടെ റമളാൻ മാറണം. അതിനെന്തു വേണം? അതെ, അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന ആളുകൾ അക്രമികളായ ആളുകളെ മുട്ടുകുത്തിയ നിലയിൽ നാം അവിടെ ഉപേക്ഷിക്കും. ലോകത്ത് ക്രമവും അക്രമവുമുണ്ട്. എല്ലാ വിഷയത്തിലും ക്രമവും അക്രമവുമുണ്ട്. വിവാഹം ക്രമമാണ്. അതേ സന്ദർഭത്തിൽ വ്യഭിചാരവും സ്വവർഗരതിയും ലൈംഗിക ആഭാസങ്ങളും അക്രമമാണ്. കച്ചവടം ക്രമമാണ്, വായ്പ കൊടുക്കൽ ക്രമമാണ്, സ്വതക്ക ക്രമമാണ്, സകാത്ത് ക്രമമാണ്. എന്നാൽ പലിശ അക്രമമാണ്, സ്ത്രീധനം അക്രമമാണ്, അഭീതമായ സമ്പാദ്യം അക്രമമാണ്. എല്ലാ വിഷയത്തിലും ക്രമവും അക്രമവുമുണ്ട്. ആ അക്രമത്തോടുകൂടിയാണ് നാം അവിടെ എത്തുന്നതെങ്കിൽ, മരണത്തിന് മുമ്പ് നാം അതിന് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ, ആ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മുട്ടുകുത്തിയ നിലയിൽ നാം നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. എന്താണ് നരകം?
നരകത്തിൽ ഒരു തീപ്പൊരിയെ പറ്റി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. കൊട്ടാര സമാനമായിരിക്കും. ഇതേപോലെയുള്ള ആയിരക്കണക്കിന് ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായാൽ ഒരു കൊട്ടാരമാകുമോ? അങ്ങനെ കൊട്ടാര സമാനമായിരിക്കും നരകത്തിലെ ഒരു തീപ്പൊരി. ആ തീപ്പൊരി ഒരു സ്ഥലത്ത് പോയി വീണാൽ കഅന്നഹു ജിമാലത്തുൻ സുഫുർ, അതേ ഒട്ടക കൂട്ടങ്ങൾ ചെതറിയോടുന്നത് പോലെ. അപ്പോൾ അതാണ് നരകത്തിലെ തീപ്പൊരി. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇവിടെയുള്ള തീ, ഇരുമ്പ് അത് ഉരുക്കുന്ന സന്ദർഭത്തിൽ കാണുന്ന തീയില്ലേ, അതിന്റെ 69 ഇരട്ടി, മറ്റൊരു റിപ്പോർട്ടിൽ 70 ഇരട്ടി. സ്വഹാബത്തുള്ള കാഫി, ഇത് തന്നെ മതിയായതാണല്ലോ നബിയെ, ഇത് തന്നെ മതിയായ, ഇതിന്റെ 69 ഇരട്ടിയോ ഇതിന്റെ 70 ഇരട്ടിയോ? ചിന്തിക്കാൻ സാധ്യമല്ല നരകത്തിൽ പ്രവേശിക്കുക എന്നത്. അതുകൊണ്ട് ആ നരകമാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി 3 പ്രാവശ്യം ഒരു ദിവസം നരകത്തിൽ നിന്നും രക്ഷ തേടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നരകമാകുന്ന സൃഷ്ടി അള്ളാഹുവിനോട് പറയും, ആ പ്രാർത്ഥിച്ച മനുഷ്യനെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ തുടങ്ങി ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഒരു ദിവസം 3 പ്രാവശ്യം, അത് ഇന്ന് മാത്രമല്ല, നാളെ മാത്രമല്ല, മരണം വരെ ഓർക്കാൻ കഴിയുമോ, ചൊല്ലാൻ കഴിയുമോ, പ്രാർത്ഥിക്കാൻ കഴിയുമോ? കഴിയും. നരകത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിവസം 3 പ്രാവശ്യം അള്ളാഹുവിനോട് നരകത്തെ കുറിച്ച് രക്ഷ ചോദിച്ചാൽ നരകം അള്ളാഹുവോട് പറയും, ഈ വ്യക്തിയെ നരകത്തെ രക്ഷപ്പെടുത്തണേ. ഒരു ദിവസം 3 പ്രാവശ്യം സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന തുടങ്ങി സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ സ്വർഗമാകുന്ന സൃഷ്ടി അള്ളാഹുവോട് പറയും, ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന്. അപ്പോൾ ഭീകരമായ നരകത്തിൽ നിന്നും എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ സാധിക്കണം. ആ നരകരക്ഷയാണ് നോമ്പിന്റെ സുപ്രധാനമായ ലക്ഷ്യം. സകല ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് അതിനു വേണ്ടിയാകുന്നു. തെറ്റ് ചെയ്യാത്തവർ മനുഷ്യരല്ല. തെറ്റ് ചെയ്യുന്ന മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ ആ സംഭവിച്ചു പോയ തിന്മകളെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നവരാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. മുഹമ്മദ് നബിയെ, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളോട് പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അള്ളാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തരും. സഹോദരന്മാരെ, ഇങ്ങനെ പറയാൻ ഒരു അല്ലാഹ് നമുക്കില്ലേ? എന്ത് തെറ്റ് നീ ചെയ്തു പോയാലും, മനുഷ്യന്മാരുടെ മുമ്പിൽ പറയാത്ത വൃത്തികേടുകൾ നീ കാട്ടിക്കൂട്ടിയാലും, പകലിൽ മാന്യനും ഇരുട്ടത്ത് ദ്രോഹിയുമായി നീ ജീവിച്ചാലും, കൈനീട്ട് എന്റെ നേരെ, എന്നോടൊന്ന് തുറന്നു പറ, മനസ്സിൽ തട്ടിയൊന്ന് പറ, പറ്റിപ്പോയി പടച്ചോനെ, ഞാൻ പൊറുത്തു തരാം എന്നല്ലാഹു പറഞ്ഞിട്ടും ആ അവസരത്തെ ഉപയോഗപ്പെടുത്താത്തവനെ നരകത്തിലല്ലാതെ എവിടെ പ്രവേശിപ്പിക്കും? തെറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം അല്ലാഹു നൽകി. ഗഫൂർ എന്ന വിശേഷണം അല്ലാഹുവിനുണ്ടല്ലോ. ആ വിശേഷണത്തെയും ഉപയോഗപ്പെടുത്താത്ത ആ വ്യക്തിയല്ല അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, ആ ഏറ്റവും വലിയ സ്നേഹത്തോട് തിരിച്ചൊരു നന്ദി കാണിക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാലോ ഈ പാപമുക്തമായ ജീവിതം നമ്മൾ നയിച്ചാൽ അതോടൊപ്പം നമുക്ക് അല്ലാഹു നൽകുന്നത് വലിയൊരു സമ്മാനമാണ്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. അതെ, അവർ വിളിച്ചാവശ്യപ്പെടുന്നത് അവിടെയുണ്ട്. ചിലപ്പോൾ മകളുടെ കല്യാണം കഴിഞ്ഞ് മകൾക്ക് കുട്ടിയുമായി, എന്നാലും ഉപ്പ എനിക്കത് വേണം. അല്ല മോളെ, കല്യാണൊക്കെ കഴിഞ്ഞൊക്കെ കുട്ടിയായിട്ടും എന്ന് ഉപ്പ പറയില്ല. ആ വിളി കേൾക്കാൻ ഉപ്പക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. നമ്മൾ ദുനിയാവിൽ കാണുന്ന രംഗമാണ്. അതുമായി ഒരിക്കലും പരലോകവും അള്ളാഹുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നമ്മൾക്ക് എന്താണ് ആവശ്യം, അതെ ആ വിളിച്ചാവശ്യപ്പെടുന്ന അല്ലാഹു നൽകും. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും, അവരുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നത് അവർക്ക് അല്ലാഹു നൽകും. എന്താ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം, അത് അല്ലാഹു നൽകും. ഇവിടെ ആളുകൾ തിന്മ ചെയ്യാൻ കാരണം എന്താ? ആൾക്കാർ പറയും പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ. അതുകൊണ്ട് റോഡ് മറ്റി കയറി കൂടി അവിടെ അഴിമതി കാണി 10,000 രൂപ കീശയിലാക്കി.
അല്ലേ? എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. എന്തിന്? സുഖിക്കാൻ, ആസ്വദിക്കാൻ, ജീവിക്കാൻ. എങ്കിൽ ജീവിതം ഇവിടെയല്ല. ഇവിടെയല്ല ജീവിതം. ഇവിടെ ജീവിക്കാൻ നാം ശ്രമിക്കുകയാണ്. സാധ്യമല്ല. യഥാർത്ഥ ജീവിതം മരണത്തോടുകൂടി ആരംഭിക്കുന്ന പരലോകത്താണ്. ആ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ക്രമമനുസരിച്ച് ജീവിച്ചാൽ. ക്രമസമാധാനത്തിനൊരു കുഴപ്പമുണ്ടാക്കരുത്, അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ക്രമസമാധാനം നില തകർന്നു എന്ന് പറയാറുണ്ട്, അല്ലേ? അതേപോലെ ജീവിതത്തിൽ ക്രമസമാധാനത്തിനൊരു കുഴപ്പവുമില്ലാതെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ അവൻ നമുക്കൊരുക്കി വെച്ച വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. സ്വർഗത്തിന്റെ പര്യായ പദമാണ് ദാറുസ്സലാം. ആ ദാറുസ്സലാമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തുക. അതാണ് ദീർഘദൃഷ്ടി, അതാണ് ബുദ്ധി. ബുദ്ധിയുള്ളവർ അതാ ചെയ്യുക. അതിനെന്ത് വേണം? പരലോകത്ത് വിജയിക്കാൻ നമ്മുടെ അടുത്ത് അമലുകൾ വേണം. അമലുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വമൻ അറാദൽ ആഖിറത, ആരെങ്കിലും പരലോകം ഉദ്ദേശിച്ചാൽ. ഞാൻ ഈ മൈക്കിന്റെ മുമ്പിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ഉദ്ദേശ്യം എന്താ? ഈ സദസ്സിൽ ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ, ഇതിനു വേണ്ടി സംഘടിപ്പിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, നമ്മൾ പാവങ്ങളെ സഹായിക്കുമ്പോൾ, നോമ്പ് തുറപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശ്യം എന്താ? അത് അല്ലാഹുവിനറിയാം. ആ ഉദ്ദേശ്യം എന്താകണം? അല്ലാഹു പഠിപ്പിച്ചു, വമൻ അറാദൽ ആഖിറത, ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിച്ചാൽ. ഇന്ന് തിരൂരിലെ ഈ വലിയ ഹാളിലേക്കുള്ള നമ്മുടെ ആ വരവുണ്ടല്ലോ, ആ യാത്രയുണ്ടല്ലോ, പരലോകത്തെ ഉദ്ദേശിച്ചാകണം. ഈ സംസാരങ്ങളുടെ കേൾവിയുണ്ടല്ലോ, പരലോകത്തെ ഉദ്ദേശിച്ചാകണം. നമ്മുടെ നോമ്പുണ്ടല്ലോ, പരലോകത്തെ ഉദ്ദേശിച്ചാവണം. നമുക്ക് ദാനം ചെയ്യാനുള്ള അവസരങ്ങളുണ്ടല്ലോ, പരലോകത്തെ ഉദ്ദേശിച്ചാകണം. അങ്ങനെ പരലോകത്തെ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ നിയ്യത്ത് നന്നാകണം. നിയ്യത്ത് തെറ്റിയാൽ പ്രവർത്തനം നടക്കുകയും ചെയ്യും, പരലോകത്ത് കഷ്ടപ്പെടുകയും ചെയ്യും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നന്നായി അധ്വാനിക്കുക, പരലോകത്തൊന്നും ഇല്ലാതായി പോവുക. അതാണ് നിയ്യത്തിൽ തകരാറ് വന്നാൽ, ഇഖ്ലാസ് തെറ്റിപ്പോയാലുള്ള മഹാ അപകടം. അതുകൊണ്ട് വമൻ അറാദൽ ആഖിറത, ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിച്ചാൽ, വസഅലഹ സഅയഹ, അതിനു വേണ്ടി അതിൻ്റെതായ പ്രവർത്തനം എന്തെങ്കിലും ചെയ്യുകയല്ല. ആ പരലോകത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു വഹയി നൽകിയതനുസരിച്ച് അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വലാ തുബ്തിലു അഅമാലക്കും, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. തൊട്ടുടനെ പറയുന്നു, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. അമലുകൾ സ്വീകരിക്കണമെങ്കിൽ അതിന് കൂലി നൽകുന്ന അല്ലാഹു പഠിപ്പിച്ചതുപോലെ, അല്ലാഹുവിങ്കിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ അമല് ചെയ്യണം. അതാണ് നമുക്ക് രക്ഷപ്പെടാൻ ചെയ്യേണ്ടത്. വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയായിരിക്കണം. ഈമാനിൽ യാതൊരു തകരാറും ആ വ്യക്തിക്ക് വരുവാനും പാടില്ല. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ അമലുകൾ നമ്മളോടൊപ്പം ധാരാളം ഉണ്ടാകണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, അധ്വാനം കൊണ്ട്, പ്രവർത്തനം കൊണ്ട് ആരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ആരോടാ പറയുന്നത്? ചാട്ടവാറുകൊണ്ടുള്ള അടി കിട്ടിയിട്ട് പഴുപ്പ് മാറിയിട്ടില്ല, അവരോടാ പറയുന്നത്. സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു, അനന്തരാവകാശ സ്വത്ത് നിഷേധിച്ചു, ഭാര്യ പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ട, ഉപേക്ഷിച്ചു. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്ന അവിടുത്തെ അനുചരന്മാരോടാണ് പറയുന്നത്, അറിയുക, അധ്വാനം കൊണ്ട്, പ്രവർത്തനം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. സ്വഹാബികൾ ആരെങ്കിലും ചാടി എഴുന്നേറ്റ്, എന്താ റസൂൽ നിങ്ങൾ ഈ പറയുന്നത്? കഷ്ടപ്പെട്ട് നിങ്ങളൊപ്പം കൂടിയിട്ട് സ്വർഗം കിട്ടൂലെന്നോ? ആരും പറഞ്ഞില്ല. കാരണം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ, ഹദീസിലൂടെ, അവിടുത്തെ വിശദീകരണത്തിലൂടെ സ്വർഗം എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കറിയാം അവരുടെ അധ്വാനം കൊണ്ട് മാത്രം സ്വർഗം കിട്ടില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് അവർക്കാരും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരും എതിർത്ത് സംസാരിച്ചില്ല. അവർക്കൊരു സംശയമുണ്ടായിരുന്നു, ഞങ്ങളുടെ അധ്വാനങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം കിട്ടില്ല. ആ സമ്മതത്തോടുകൂടി അവർ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു, അഅന്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് കിട്ടില്ലേ സ്വർഗം? പ്രസക്തമായ ചോദ്യം, അതിപ്രസക്തമായ ചോദ്യം. സമ്മതിച്ചു,
ഞങ്ങളുടെ അമലുകൾ കൊണ്ട്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം കിട്ടില്ല, അങ്ങേക്ക് കിട്ടില്ലേ? ആ ചോദ്യത്തിന്റെ മറുപടി ഈ തർബിയത്ത് സംഗമത്തിന്റെ വലിയൊരു സന്ദേശമായി നമ്മളോടൊപ്പം ഉണ്ടാകണം. എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി? വലാ അന, എനിക്കുമില്ല. എന്റെ അധ്വാനം കൊണ്ട് മാത്രം, എന്റെ പ്രവർത്തനം കൊണ്ട് മാത്രം എനിക്കും സ്വർഗം കിട്ടില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളിൻ, അല്ലാഹു അവന്റെ ഫള് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ. അഥവാ 23 വർഷക്കാലത്തെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ധന്യമായിരുന്നു. ഉറക്കം പോലും ഒരു ചലനത്തിന്റെ ഭാഗമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. എന്തിനായിരുന്നു ഉറങ്ങിയത്? നമസ്കാരത്തിൽ നേരെ നിൽക്കാൻ, നാളെ തന്നെ കാണാൻ വരുന്ന യാത്രാ സംഘങ്ങൾക്ക് ഭംഗിയായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെങ്കിൽ അല്പം ഒന്ന് ഉറങ്ങണം. ഉറക്കം പോലും ഒരു ചലനത്തിന്റെ ഭാഗമാക്കിയ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിനും 70, 700, 70,000 ഇരട്ടി കൂലി കൊടുത്തതെല്ലാം കൂടി കൂട്ടിയാൽ സമമല്ല സ്വർഗം. അതുകൊണ്ട് സ്വർഗം കിട്ടില്ല. പിന്നെ എങ്ങനെയാ സ്വർഗം കിട്ടുക? ആ പ്രവർത്തനങ്ങൾ കണ്ട്, മഹാനായ റസൂലുള്ളാഹിയുടെ മനസ്ഥിതി കണ്ട്, ഹബീബിന്റെ പ്രാർത്ഥന കേട്ട്, ആ വിനീതമായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പരിഗണിക്കുന്നു. ഈ അമലുകൾ കാരണത്താൽ എന്റെ അടിമ മുഹമ്മദ്, അവന് നരകത്ത് നിന്ന് രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹം, സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് ആ നമസ്കാരം, അതിനുവേണ്ടിയാണ് ആ പ്രവർത്തനങ്ങൾ. അങ്ങനെ മുഹമ്മദാകുന്ന അള്ളാഹുവിന്റെ അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യങ്ങൾ കൊണ്ട് മൂടിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹിക്ക് സ്വർഗം കിട്ടുന്നു. എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ധരിച്ചു വശായോ നമ്മുടെ അമലുകൾ കൊണ്ട് മാത്രം നാം സ്വർഗത്തിലെത്തുമെന്നും? സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ കാരണത്താൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടണം. അതുകൊണ്ടാണല്ലോ സ്വർഗവാസികളുടെ പ്രത്യേകത പറഞ്ഞെടുത്ത് രാത്രി നമസ്കാരം എടുത്തു പറയാൻ കാരണം. ആര് കാണാനാ രാത്രി നമസ്കാരം? ഒരു പക്ഷേ ഭാര്യ പോലും അറിയില്ല, വീട്ടുകാരറിയില്ല, ആരും അറിയില്ല. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേൽക്കുന്നു, എന്നിട്ട് ശുദ്ധിയാകുന്നു, വുളൂ ചെയ്യുന്നു, എന്നിട്ട് പടച്ചവന്റെ മുമ്പിൽ റുക്കൂഇലും സുജൂദിലുമായി നമസ്കരിക്കുന്നു. ആർക്ക് കഴിയും പടച്ചോനെ നിന്നെ കാണിക്കാൻ? ലോകം ഇതാ ഉറങ്ങിക്കിടക്കുന്നു, ഞാൻ ഇതാ സുജൂദിലാണ് പടച്ചോനെ, നല്ല മഴയാണ് പുറത്ത്, പക്ഷേ ഞാൻ നിന്റെ മുമ്പിൽ സുജൂദില, എനിക്ക് സ്വർഗം വേണം, എനിക്ക് നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ പടച്ചോനെ എനിക്ക് പൊറുത്തൻ. ആ സമയത്ത് പടച്ചോൻ നമ്മളെ അങ്ങ് തൃപ്തിപ്പെട്ടാൽ, അതുകൊണ്ട് നമ്മുടെ അമലുകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ഈ ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടണം. അറിയുക, മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ച സ്വർഗമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവേശിക്കുന്ന സ്വർഗമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. നമ്മൾ എത്രമാത്രം പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വർധനവ് വേണം, പ്രവർത്തനങ്ങളിൽ വർധനവ് വേണം. അതുകൊണ്ട് നമ്മുടെ ഓരോ രംഗവും എടുക്കുക, വിശ്വാസ രംഗം, അത് വ്യക്തമായും അത് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കളങ്കവുമില്ല എന്ന് ആവർത്തിച്ചുറപ്പ് വരുത്തുകയും ആ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ രണ്ടത്താണിയിൽ സെയ്ദ് മൗലവി മരണപ്പെട്ടപ്പോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തി. ഉമർ മൗലവി മരണപ്പെട്ടപ്പോ തിരൂർക്കാട് മൈതാനിയിലേക്ക് ജനം ഒഴുകിയെത്തി. എന്തായിരുന്നു കാരണം? ആ ഒഴുകിയെത്ത ജനങ്ങളുടെ വല്യാപ്പയോ മൂത്താപ്പയോ ആയിരുന്നില്ല. ഇവരിൽ പലരും മറിച്ച് ഞാൻ ജാറത്തിൽ നിന്നും കൈ എടുത്തിട്ട് പടച്ചു കൈ ഉയർത്തുന്ന അവസ്ഥയിലേക്ക് എനിക്ക് തൗഹീദ് തരാൻ കാരണമായത് ഉമർ മൗലവിയാണ്, സെയ്ദ് മൗലവിയാണ്, KP ആണ് എന്ന ആ സ്നേഹമായിരുന്നു. എങ്കിൽ ഞാനും നിങ്ങളും മരണപ്പെടുമ്പോ പടച്ചോനെ ഈ മനുഷ്യൻ ആ ലഘുലേഖ തന്നതുകൊണ്ടാണ്, ആ പരിപാടിക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് കൊണ്ടാണ്, ആ വാൾ എന്നെ കേൾപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് തൗഹീദ് കിട്ടിയെന്ന് പറയാൻ കുറെ സമ്പാദ്യങ്ങൾ നമുക്കും ഉണ്ടാകേണ്ടതില്ലേ? അതുകൊണ്ട് ദഅവാരംഗത്തുള്ള അധ്വാനങ്ങൾ നമുക്ക് ധാരാളമായി ഉണ്ടാകണം. രോഗസന്ദർശനം രാവിലെ സന്ദർശിച്ചാൽ 70,000 മലക്കുകൾ വൈകുന്നേരം ഒരു രോഗിയെ സന്ദർശിച്ചാൽ 70,000 മലക്കുകൾ പ്രഭാതം വരെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രോഗസന്ദർശനം, കുടുംബ ബന്ധങ്ങൾ,
നമ്മുടെ പ്രവർത്തനങ്ങളുമായി പോകുമ്പോ നമ്മുടെ കുടുംബക്കാരെ മറന്നു പോകരുത്. ഇളയമയുടെ അടുത്തൊന്ന് പോകാൻ, അമ്മായിയുടെ അടുത്തൊന്ന് പോകാൻ, ആ കുടുംബങ്ങളിൽ സന്ദർശിച്ചത് സലാം പറയാൻ, അവിടെ സന്ദർശിക്കാൻ മറന്നു പോകരുത്. സ്വർഗം നമുക്ക് നിഷിദ്ധമായി പോകും. തിരക്കുകൾക്കിടയിലും നാം ചെയ്യേണ്ട പ്രവർത്തനമാണത്. അങ്ങനെ ചെയ്താൽ ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചു, സമയത്തിൽ വർധനവ് തരും, റിസ്ഖിൽ വർധനവ് വരും. കുടുംബ സന്ദർശനത്തിന് തടസ്സം സമയമല്ല, വല്ല പൈസയും കൊടുക്കേണ്ടി വരും. നേരെ തിരിച്ചാണ്. അങ്ങനെ ചെയ്താൽ റിസ്ഖിൽ വർധനവ് കിട്ടും, സമയത്തിൽ വർധനവ് കിട്ടും. അതുകൊണ്ട് കുടുംബ സന്ദർശനത്തിന്റെ വിഷയത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ തീരുമാനിക്കണം, ഈ റമദാനിൽ തന്നെ എനിക്കൊന്ന് സന്ദർശിക്കണം. അങ്ങനെ എല്ലാ രംഗത്തുമുള്ള നന്മകൾ, പാവങ്ങളെ സഹായിക്കുക, അയൽവാസികളുമായുള്ള നല്ല ബന്ധം, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതോടൊപ്പം ഇബാദത്തുകൾ. ഈ റമദാനോടുകൂടി ഏതൊക്കെ സുന്നത്തുകളാണ് നമ്മൾ അവഗണിച്ചു കളഞ്ഞത്, ആ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ. തറാവീഹ് നമസ്കാരത്തിന് ആ പെരുന്നാളിന്റെ മാസപ്പിറവി കണ്ടു എന്നറിയുന്നതോടുകൂടി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വിട പറയേണ്ട നമസ്കാരമല്ല തറാവീഹ് നമസ്കാരം. അത് പെരുന്നാളിന്റെ അന്ന് രാത്രിയും ഉണ്ട്. ആ വിത്ർ, ആ തഹജ്ജുദ് തുടരാൻ നാം ആഗ്രഹിക്കണം. നിത്യമായി ചെയ്യുന്ന അമലുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം. അതോടൊപ്പം നമ്മുടെ ചുണ്ടുകൾ, ഹൃദയത്തിൽ തട്ടിയ ദിക്റുകൾ നിലനിൽക്കുന്ന ജീവിതങ്ങളാകണം നമുക്കുണ്ടാകേണ്ടത്. ഇന്ന് രാവിലെ 20ഓളം ദിക്റുകൾ നമുക്ക് ചെല്ലാനുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം 20ഓളം ദിക്റുകൾ നമുക്ക് ചെല്ലാനുണ്ട്. എല്ലാ സമയത്തും ദിക്റുകൾ ഉണ്ട്. എത്ര പേർ നമ്മൾ ദിക്റുകൾ ചെല്ലുന്നു? എല്ലാ ദിവസവും രാവിലെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസി ഓതി, വൈകുന്നേരം ഓതി ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം 3 പ്രാവശ്യം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ രാവിലെ 3 പ്രാവശ്യം. അതേപോലെ തന്നെ സൂറത്തുൽ ഫലഖുൻ നാസും സൂറത്തുൽ ഇഖ്ലാസും 3 പ്രാവശ്യം വീതം. ഇങ്ങനെ ഒട്ടേറെ ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ അമലുകൾ ധാരാളമാക്കി ജീവിതത്തിൽ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം നാം ഒരാളെ ദിക്റ് പഠിപ്പിച്ചാൽ അയാൾ ആ ദിക്റ് ചൊല്ലുന്നിടത്തോളം കാലം അയാളുടെ കൂലിയിൽ കുറവ് വരാതെ നമുക്കും കിട്ടും. ഈ സംഗമം സംഘടിപ്പിച്ചവരുടെ സംഘാടകർ വലിയ ലാഭം നേടിയിരിക്കുന്നു. അവരുടെ ഇഖ്ലാസ് ശരിയാണെങ്കിൽ എന്താണത്? ഇവിടെ നമ്മൾ പഠിച്ച മുഴുവൻ കാര്യങ്ങളിൽ ഏതൊക്കെ പ്രാവർത്തികമാക്കുന്നുവോ അതിന്റെ മുഴുവൻ കൂലിയും ഇതിന്റെ സംഘാടകർക്ക് കിട്ടും. അതാണ് ദഅവാ രംഗത്തുള്ള വലിയ മെച്ചം എന്ന് പറയുന്നത്. ആ നിലക്ക് ധാരാളക്കണക്കിന് സമ്പാദ്യങ്ങൾ നമുക്ക് ഉണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചത് എന്ന് ഓരോ ആത്മാവും പരിശോധിക്കട്ടെ. വീണ്ടും ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. അതിനാണ് ദീനീ പ്രവർത്തനം. നമുക്ക് നരകത്ത് നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്ത് പ്രവേശിക്കാനും അതിനാണ് ദഅവാ സമിതിയും ISM MSM KNM നമ്മൾ ഉണ്ടാക്കുന്ന സകല സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയാണ്. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്താൻ ഈ സംഗമത്തെയും ഈ സംവിധാനങ്ങളെയും നമ്മൾ ഉപയോഗിക്കുകയും പ്രാർത്ഥന ജീവിതത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം റമദാൻ കഴിയുന്നതോടുകൂടി CRE എന്ന MSMന്റെ വിദ്യാർത്ഥികൾ നടത്തിവരുന്ന അടുത്ത തലമുറയെ പാകപ്പെടുത്താനുള്ള കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന സംവിധാനം നമ്മുടെ ഓരോ പ്രദേശത്തും ഭംഗിയായി നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ ബാച്ചുകൾ രൂപീകരിക്കുവാനും 13-ാം തീയതി നടക്കുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അടുത്ത QHLS ബാച്ചിലേക്ക് ചേർക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ പരലോകത്ത് സന്തോഷത്തോടുകൂടി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ അനുയായികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. പാപങ്ങളെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് പാപമുക്തമായ ജീവിതം നയിക്കാൻ
ഈ റമദാൻ അള്ളാഹു നമുക്കെല്ലാം കാരണമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ വിദേശത്തുള്ള സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല, വല്ലാത്ത വെയിലാണ് അവിടെ, വല്ലാത്ത കഷ്ടപ്പാടാണ് ഗൾഫിൽ ഇപ്പോൾ പുറത്ത് അനുഭവിച്ചു ചൂടുകൊണ്ട്. അങ്ങനെ ചൂടുകൊണ്ട് പ്രയാസപ്പെട്ട് അധ്വാനിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബത്തോടൊപ്പം വന്നു ചേർന്ന് സുഖമായി ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അവർക്കും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു വിഭാഗത്തെ നരകത്തിലേക്കും മറുവിഭാഗത്തെ സ്വർഗത്തിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സലഫി കൂട്ടായ്മയെ അള്ളാഹു ശക്തിപ്പെടുത്തുമാറാകട്ടെ. ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, സഹിക്കാൻ കഴിയാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അള്ളാഹു നല്ല ബുദ്ധി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.